വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ DM വാസുദേവൻ ശതാഭിഷേക സമ്മേളനം നടത്തി. ചട്ടമ്പിസ്വാമിയുടെ സമാധി ആഘോഷങ്ങളുടെയും വിദ്യാധിരാജപുരം തീർത്ഥാടനത്തിന്റെയും ഭാഗമായാണ് ശതാഭിഷേക സമ്മേളനം നടത്തിയത്. വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ ചട്ടമ്പിസ്വാമികളുടെ 101ാമത് സമാധി ആഘോഷങ്ങളുടെയും വിദ്യാധിരാജപുരം തീർത്ഥാടനത്തിന്റെയും ഭാഗമായാണ് ഡോക്ടർ DM വാസുദേവൻ ശതാഭിഷേക സമ്മേളനം സംഘടിപ്പിച്ചത്. ശാസ്ത്രജ്ഞനും വിദ്യാധിരാജ ഇന്റർനാഷണൽ സമസ്ത നായർ സമാജം എന്നിവയുടെ പ്രസിഡന്റുമായിരുന്നു ഡോക്ടർ DM വാസുദേവൻ. ശതാഭിഷേക സമ്മേളനം മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വാല്യുബിളാണ് സമയം. എൻ്റെ സമയം വാല്യുബിളാണ്. അല്ല, ഞാൻ പൈസ ചാർജ് ചെയ്യുന്നില്ലെങ്കിൽ പോലും എൻ്റെ സമയത്തിന് വിലയുണ്ട്. അങ്ങനെ വിലയുള്ള ഒരാള്, സമയത്തിന് വിലയുള്ള ഒരാള് തൻ്റെ സമയം ഇതിനു വേണ്ടി തരുന്നു, തൻ്റെ ഉപദേശം ഇതിനു വേണ്ടി തരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധിയെ തന്നെയാണ് കാണിക്കുന്നത്. കാരണം ജീവിതം എന്നത് അന്യനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികളെന്ന് പറഞ്ഞിട്ടില്ലേ? മറ്റുള്ളവൻ ഉതകുന്നില്ല എങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് പിന്നെ എന്താണ് പ്രയോജനം? എൻ്റെ അറിവ്, എൻ്റെ സംസ്കാരം, എൻ്റെ ബന്ധങ്ങൾ, ഇതെല്ലാം എൻ്റെ നിക്ഷേപങ്ങളായി നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു എന്ന് ഈ പ്രസ്ഥാനത്തിനോട് വളരെ കരുണയോടുകൂടി പറഞ്ഞ് അദ്ദേഹത്തെ നമ്മുടെ മുമ്പാകെ കൊണ്ടുവന്നത്, ആ പ്രസംഗത്തിൽ അദ്ദേഹത്തെ കേട്ടതും ശ്രീ രാധാകൃഷ്ണൻ അദ്ദേഹം അഭിനന്ദിക്കാമെന്ന് വിചാരിച്ച് മുമ്പോട്ട് വന്നതും എല്ലാം തന്നെ സാക്ഷാൽ വിദ്യാധിരാജ മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് മാത്രം അതിനൊരു നിയോഗമായി കണ്ടാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. പത്തനംതിട്ട ഋഷിജ്ഞാന സാധനാലയം സ്വാമിനി ജ്ഞാനാപതിഷ്ഠാനന്ദഗിരി ദീപം തെളിച്ചു. മദ്രാസ് ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഡോക്ടർ K. നാരായണക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. വിദ്യാധിരാജ സെക്രട്ടറി ജനറൽ പെരുമുറ്റം രാധാകൃഷ്ണൻ പ്രസിഡന്റ് ഡോക്ടർ DM വാസുദേവനെ ആദരിച്ചു. TD വിജയൻ നായർ എഴുതിയ DM വാസുദേവന്റെ ജീവചരിത്രം പുസ്തകത്തിന്റെ പ്രകാശനം പൊതുപ്രവർത്തകൻ K. രാമൻപിള്ള നിർവഹിച്ചു. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിലെ ആദ്യ നവോത്ഥാന നായകൻ സ്വാമി വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുദേവനും സ്വാമി ചിന്മയാനന്ദനും ഗുരുവായി മാറിയ ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളിലും ഏകത്വം ദർശിച്ച ജാതി മത വർഗ ചിന്തകൾക്കതീതമായി എല്ലാ ജീവജാലങ്ങളിലും ഒരേ ജീവാംശമാണ് എന്ന് അന്നത്തെ കാലത്ത് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ച ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളെയും ആ കാലഘട്ടത്തിലാണ് ഞാൻ കണ്ടെത്തുന്നത്. അങ്ങനെ 2012 മുതലുള്ള യാത്ര ഒരു വേറിട്ട വഴിയിൽ കൂടായിരുന്നു. അതുവരെയുള്ള യാത്രയിൽ നിന്ന് വ്യത്യസ്തമായി 2012 മുമ്പ് എൻ്റെ യാത്രയിലുണ്ടായിരുന്ന ഏറ്റവും മുതിർന്ന കാരണവരും ഈ വേദിയിൽ ഇരിപ്പുണ്ട്, ശ്രീ K. രാമൻപിള്ള സാർ. അങ്ങനെ എന്തൊക്കെയോ മാറ്റിമറിച്ചിരിക്കുന്നു ഈ കേരളത്തിൽ. ഇന്ന് ഈ വേദിയിൽ അതിൻ്റെ ഒരു ചെറിയ രൂപവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വേദിയിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളവരാണ്. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രമായി അല്ലെങ്കിൽ ഒന്നാമത്തെ രാഷ്ട്രമെന്ന് അഭിമാനിക്കുന്ന അമേരിക്കയിൽ നിന്നും ഡോക്ടറുടെ ഒരു സഹപ്രവർത്തകൻ, ഡോക്ടറുടെ ഒരു സ്റ്റുഡൻറ്റ്, അതുപോലെ അവിടുത്തെ ചാപ്റ്ററിൻ്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം.